2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ജനുവരി 13-നുള്ളിൽ താരങ്ങളുടെ പട്ടിക ICCക്ക് സമർപ്പിക്കണം. എന്നാൽ ടീമിലെ 2 വിക്കറ്റ് കീപ്പർ സ്ഥാനം സംബന്ധിച്ച് ചർച്ചകൾ സജീവമാവുകയാണ്. അതിന് കാരണം 2 താരങ്ങൾ ആ സ്ഥാനത്തിന് അർഹരാണ് എന്നതാണ്. KL രാഹുൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ബാറ്റർ ആണെന്നതിനാൽ ടീമിലെ ബാക്കപ്പ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജു സാംസണും ഋഷഭ് പന്തും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ചില ഡാറ്റകൾ പരിശോധിച്ചാൽ ഇവരിൽ ആരാണ് കേമൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം മലയാളികളുടെ പ്രിയതാരം സഞ്ജുവിൻ്റെ നേട്ടങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇന്ത്യക്ക് വേണ്ടി സഞ്ജു 16 ഏകദിനങ്ങളാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത്. ഇതിൽ 14 ഇന്നിങ്സുകളിലായി 510 റൺസ് നേടി, 5 തവണ നോട്ട് ഔട്ടായി. ഉയർന്ന സ്കോർ 108. മികച്ച ശരാശരി സഞ്ജുവിലെ പ്രതിഭയെ അടയാളപ്പെടുത്തുന്നുമുണ്ട്. കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരങ്ങളെ വെച്ച് നോക്കുമ്പോൾ സഞ്ജുവിൻ്റെ ശരാശരി പ്രശംസനീയമാണ്. 99.60 എന്ന സ്ട്രൈക്ക് റേറ്റ് വേഗത്തിൽ സ്കോർ ചെയ്യാൻ സഞ്ജുവിനെ കൊണ്ട് സാധിച്ചു എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. സഞ്ജുവിനെ ടീമിലെടുത്താൽ ഇന്ത്യൻ ടീമിൻ്റെ മറ്റൊരു നേട്ടം മധ്യനിരയിൽ ഏത് സ്ഥാനത്ത് കളിപ്പിക്കാനും കഴിയുമെന്നതാണ്. മാച്ച് വിന്നറായി മധ്യനിരയിൽ ബാറ്റ് വീശാൻ കഴിയുന്ന സഞ്ജു ന്യൂ ബോൾ നേരിടാൻ കഴിയുന്ന മികച്ച ഓപ്പണറായും ഇതിനോടകം പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. ഏകദിനത്തിൽ 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയും നേടിയ സഞ്ജു 14 ഇന്നിങ്സുകളിലായി 34 ഫോറുകളും 22 സിക്സറുകളും പറത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല 9 ക്യാച്ചുകളും 2 സ്റ്റംപിങ്ങുകളുമായി വിക്കറ്റുകൾക്ക് പിന്നിലും സഞ്ജു തിളങ്ങിയിട്ടുണ്ട്. സഞ്ജുവിന് ലഭിച്ച അവസരങ്ങൾ കുറവാണെങ്കിലും ചാൻസ് കിട്ടിയപ്പോഴെല്ലാം നന്നായി കളിച്ചുവെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുകയാണ്. ഇനി ഋഷഭ് പന്തിൻ്റെ ഏകദിന കരിയർ എങ്ങനെയെന്ന് നോക്കുകയാണെങ്കിൽ രാജ്യത്തിനായി 31 മാച്ചുകൾ കളിച്ച പന്തിന് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ കൂടുതൽ പരിചയമുണ്ട്. 27 ഇന്നിങ്സുകളിലായി 871 റൺസ് താരം നേടിയിട്ടുണ്ട്. ഒരു നോട്ട് ഔട്ട് മാത്രമാണുള്ളത്. ഉയർന്ന സ്കോർ 125. നങ്കൂരമിട്ട് കളിക്കാനുള്ള കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും ശരാശരിയിൽ സഞ്ജുവിനേക്കാൾ വളരെ താഴെയാണ് പന്ത്. പക്ഷേ സഞ്ജുവിൻ്റെ ഇരട്ടി മാച്ചുകളിൽ വൈവിധ്യമാർന്ന ബൗളിംഗ് ആക്രമണങ്ങൾ പന്ത് അഭിമുഖീകരിച്ചിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റിൽ പന്ത് സഞ്ജുവിനേക്കാൾ അല്പം മുകളിലാണ്. ആധുനിക വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ അനിവാര്യമായ സ്കോറിംഗിലെ വേഗത ഇത് സൂചിപ്പിക്കുന്നതാണ്. 1 സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറിയും നേടിയ പന്ത് ആകെ 91 ഫോറുകളും 26 സിക്സറുകളും പായിച്ചു. 27 ക്യാച്ചുകളും 1 സ്റ്റംപിങ്ങുമായി വിക്കറ്റ് കീപ്പിംഗിലും താരം മികവ് തെളിയിച്ചിട്ടുണ്ട്. ഇനി ഇരുവരും തമ്മിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ താരതമ്യം ചെയ്യുകയാണ് എങ്കിൽ ഉയർന്ന ശരാശരി സഞ്ജുവിൻ്റെ പ്രധാന മേന്മയായി കാണാം. എന്നാൽ കൂടുതൽ മത്സരങ്ങൾ കളിച്ച പന്തിന് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കൂടുതൽ അന്താരാഷ്ട്ര ബൗളർമാരെ നേരിട്ട അനുഭവമുണ്ട്. വിക്കറ്റിന് പിന്നിൽ സഞ്ജുവിനേക്കാൾ അല്പം കൂടുതൽ മേന്മ കാണിക്കാൻ കൂടുതൽ മത്സരങ്ങളിലൂടെ പന്തിന് സാധിച്ചിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജു പന്തിനേക്കാൾ ഒരല്പം പിന്നിലാണ്. സ്കോറിംഗ് വേഗതയുടെ കാര്യത്തിൽ ഇരുവരും ഒപ്പത്തിനൊപ്പമാണെന്ന് പറയാം. 2 പേർക്കും ഓരോ സെഞ്ചുറി വീതമുണ്ട്. പന്തിന് കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ ഉള്ളത് സ്ഥിരതയെ സൂചിപ്പിക്കുന്നതാണ്. 6 ഹിറ്റിംഗ് കഴിവുകളിലെ വ്യത്യാസം നാമമാത്രമാണ്. പന്ത് അല്പം മുന്നിലാണെങ്കിലും സഞ്ജുവിനേക്കാൾ മികച്ചവനാണെന്ന് കരുതുന്ന മാർജിനല്ല ലഭിച്ചിരിക്കുന്നത്. ആവശ്യാനുസരണം ഇന്നിംഗ്സ് സ്ഥിരത കൈവരിക്കാനോ ആക്സിലറേറ്റ് ചെയ്യാനോ ഉള്ള കഴിവും മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ കളിക്കാനുമുള്ള പ്രാഗൽഭ്യവും പന്ത് കൂടുതൽ മാച്ചുകളിലൂടെ ആർജിച്ചതായി ഈ ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആക്രമണാത്മക ബാറ്റിങ്ങിലൂടെ കളിയുടെ ഗതി മാറ്റിമറിക്കാൻ കഴിയുമെന്ന് പന്ത് തെളിയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സ്റ്റമ്പുകൾക്ക് പിന്നിൽ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സഞ്ജുവിന് കുറച്ച് അവസരങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 2-ൽ ഒരാളെ തിരഞ്ഞെടുക്കുക എന്നത് സെലക്ടർമാർക്ക് വെല്ലുവിളിയാണ്. നിലവിൽ സഞ്ജു മികച്ച ഫോമിലാണുള്ളത്. അതേസമയം ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന ടെസ്റ്റിലെ പന്തിൻ്റെ ആക്രമണ സ്വഭാവമുള്ള ബാറ്റിംഗ് ഏവരുടെയും കയ്യടി നേടിയതുമാണ്. എന്തായാലും സെലക്ടർമാർ ആരെ തിരഞ്ഞെടുക്കുമെന്ന് കണ്ടറിയാം.